ദേശീയപാത തകർന്ന സംഭവം NHAI പ്രോജക്ട് ഡയറക്ടറെ സസ്പെൻഡ് ചെയ്തു. കോൺട്രാക്ടർ സ്വന്തം ചെലവിൽ സ്ഥലത്ത് പാലം നിർമ്മിക്കണമെന്ന് നിർദ്ദേശം. ഒടുവിൽ സത്യം ജയിക്കും. നീതി തേടി BJPക്ക് പരാതി സമർപ്പിച്ചുവെന്ന് ഉണ്ണി മുകുന്ദൻ. മാനേജറെ മർദ്ദിച്ചെന്ന കേസുമായി ബന്ധപ്പെട്ടാണ് പരാതി നൽകിയത്. നിലമ്പൂരിൽ ഏത് അവിഹിത സഖ്യത്തെയും UDF നേരിടുമെന്ന് VD സതീശൻ. ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിക്കെതിരെ പ്രവർത്തിക്കുന്ന ഏത് അവിശുദ്ധ കൂട്ടുകെട്ടിനെതിരെയും UDFന് നേരിടാൻ ശക്തിയുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കൊച്ചി കപ്പൽ അപകടം. മത്സ്യത്തൊഴിലാളികൾക്ക് താൽക്കാലിക ആശ്വാസമായി സർക്കാർ 1000 രൂപയും 6 കിലോഗ്രാം അരിയും നൽകുമെന്ന് മുഖ്യമന്ത്രി. യൂട്യൂബർമാരും വ്ളോഗർമാരും കുടുങ്ങും. റെയിൽവേ സ്റ്റേഷനിൽ ഫോട്ടോഗ്രാഫിയും വീഡിയോയും നിരോധിച്ച് ഈസ്റ്റേൺ റെയിൽവേ. കനത്ത മഴയെ തുടർന്ന് കയാക്കിംഗ്, കുട്ടവഞ്ചി സവാരി, ബോട്ടിംഗ്, ട്രക്കിംഗ് എന്നിവ ജൂൺ 1 വരെ നിരോധിച്ച് പത്തനംതിട്ട ജില്ലാ കളക്ടർ. തനിക്കെതിരെയുള്ള സംഘപരിവാർ ആക്രമണം കുറച്ചുനാളത്തേക്ക് ഉണ്ടാകുമെന്നും മടുക്കുമ്പോൾ അവർ നിർത്തിക്കോളുമെന്നും മലയാളം റാപ്പർ വേടൻ. യാത്രക്കാരുടെ പ്രതിഷേധത്തിന് മുന്നിൽ മുട്ടുകുത്തി ഇന്ത്യൻ റെയിൽവേ. ചിറക്കൽ, വെള്ളറക്കാട് സ്റ്റേഷനുകൾ പൂട്ടില്ല. ചിറക്കൽ റെയിൽവേ സ്റ്റേഷൻ തുറന്നു പ്രവർത്തിക്കുമെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന് നൽകിയ കത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. കോഴിക്കോട്ടെ വെള്ളറക്കാട് സ്റ്റേഷനും ജനങ്ങൾക്ക് വേണ്ടി തുറന്നു പ്രവർത്തിക്കുമെന്ന് മന്ത്രി കത്തിൽ പറഞ്ഞു.